ഹായ്. അപ്പോൾ ഇന്ന് ഞാനിതാ അഗ്രഹാരത്തിലെത്തിയിരിക്കുകയാണ് കേട്ടോ. പാലക്കാട് കൽപ്പാത്തിയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. കുറേ ദിവസമായി ഇവിടെ വരണമെന്ന് വിചാരിക്കണു. വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ലേറ്റ് ആയിട്ടായിരുന്നു കേട്ടോ. ഉച്ചയ്ക്കായിട്ടാണ് ഞാനിവിടെ എത്തിയത്. രാവിലെ വരുമ്പോൾ നല്ല രസമാണ് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാൻ. ഇവിടെ കോലമിടുന്നതും അതുപോലെ അമ്പലത്തിലെ തിരക്കും അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു സമയത്ത് വന്നുകൊണ്ട് തോന്നുന്നു ഇവിടെ തിരക്കൊക്കെ കുറവാണ് കേട്ടോ. ഒരുപാട് ജംഗ്ഷൻ നമുക്കിവിടെ കാണാൻ പറ്റും. രണ്ട് സൈഡിലും അഗ്രഹാരങ്ങളും നടുവിലൂടെ റോഡും ഒക്കെ അടിപൊളിയായിട്ടുള്ള ഒരു കാഴ്ചയാണ്. മാത്രമല്ല ഇവിടെ പശുക്കളും അതുപോലെ ആടും ഒക്കെ എൻ്റെ മുന്നിലേക്ക് ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു കേട്ടോ. നവരാത്രി ആവാറായതുകൊണ്ടായിരിക്കും ഇവിടെ ഒരുപാട് ഇങ്ങനെ ബൊമ്മക്കൊലു ഒരുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഈ ഒരു ഗ്രാമം മുഴുവനും കേട്ടോ. അതിൻ്റെ കുറേ കാഴ്ചകൾ നമുക്കിവിടെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. കൽപ്പാത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കേരളത്തിലെ പാലക്കാട് ജില്ലയിലെ ഒരു ഗ്രാമമാണ് കൽപ്പാത്തി കേട്ടോ. ടൗണിൽ നിന്ന് ഏകദേശം 2 കിലോമീറ്റർ ദൂരത്തിൽ നീളാതീരത്ത് ബ്രാഹ്മണർ ഒരുമിച്ച് താമസിച്ചിരുന്ന അഗ്രഹാരം ഉൾപ്പെടുന്ന പ്രദേശമാണിത്. പാലക്കാട് ബ്രാഹ്മണർ ആദ്യമായിട്ട് കുടിയേറി പാർത്ത സ്ഥലങ്ങളിലൊന്നാണ് ഈ കൽപ്പാത്തി. ഇവിടുത്തെ രഥോത്സവം പ്രശസ്തമാണ്. എല്ലാ വർഷവും തുലാം 28, 29, 30 എന്ന ദിവസങ്ങളിലാണ് കൽപ്പാത്തി രഥോത്സവം നടക്കുന്നത്. ഹായ്. അപ്പോൾ നമ്മൾ അഗ്രഹാരത്തിലുള്ള ഒരു വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ അമ്മ ഇവിടെ തയ്യാറാക്കിയിട്ടുള്ള ഇതെന്താ പറയുക, ഇതിന് ബൊമ്മക്കൊലു കാണിച്ചു തരാൻ വേണ്ടി വന്നതാണ്. ഇതാണ് സംഭവം. ഇതിപ്പോ 9 ദിവസം വെക്കും. അപ്പൊ ഇന്നലെ മിഞ്ഞാന്ന് തുടങ്ങി കഴിഞ്ഞു. ഇങ്ങനെ വെക്കും. പ്രസാദങ്ങളൊക്കെ മാറി മാറി ഉണ്ടാവും. ലേഡീസ് ഒക്കെ നിറയെ വരുമ്പോ അന്ന് അത് ശ്രീമന്തം. ഈ ഒരു കാഴ്ച ഒരിക്കലും കാണാൻ പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതല്ല കേട്ടോ. ഞാനിങ്ങനെ നടന്നു വരുന്ന സമയത്ത് ഈ ഒരു അമ്മ അവിടെ ഇരുന്ന് കോലം വരയ്ക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്തേക്ക് പോയപ്പോൾ അവർ പറഞ്ഞതാണ് ഇവിടെ ഇങ്ങനെ ബൊമ്മക്കൊലു ഒരുക്കിയിട്ടുണ്ട്, വന്ന് കണ്ടോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല, നേരെ വീടിൻ്റെ ഉള്ളിൽ കയറി വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് നേരം അവിടെ നിന്ന് വർത്താനമൊക്കെ പറഞ്ഞതിന് ശേഷം ഞാൻ പുറത്തിറങ്ങി കേട്ടോ. അങ്ങനെ ബൊമ്മക്കൊലു ഒക്കെ കണ്ടതിന് ശേഷം പിന്നെ ഞാൻ വന്നത് ഈ പുഴയുടെ തീരത്താണ് കേട്ടോ. ഇത് കൽപ്പാത്തി പുഴയാണ്. അഗ്രഹാരത്തിൻ്റെയൊക്കെ നേരെ ബാക്കിലായിട്ടാണ് കേട്ടോ അത് സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ പുഴയൊക്കെ കണ്ടതിന് ശേഷം ഒരു ചായ കുടിക്കാൻ വേണ്ടി കയറുകയാണ്. നല്ല വിശപ്പുണ്ടായിരുന്നു, ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ജസ്റ്റ് ഒരു ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. ഇവിടുത്തെ സ്പെഷ്യലാണ് ഫിൽറ്റർ കോഫി. ഇവിടുത്തെ സ്പെഷ്യലാണെന്ന് പറയുന്നുണ്ട്, പക്ഷേ ഞാൻ അവിടെ നോക്കിയിട്ടൊന്നും കണ്ടില്ല. അപ്പോൾ തൽക്കാലത്തിന് ഞാനൊരു ചായ കുടിക്കാൻ വേണ്ടി കയറിയിട്ടുണ്ട്. നല്ല അടിപൊളി ചായ ആയിരുന്നു. പിന്നെ ഇവിടുത്തെ സ്പെഷ്യൽ സ്വീറ്റ്സൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ ഈ ഒരു സംഭവം വാങ്ങി കഴിച്ചു നോക്കി. നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു. അങ്ങനെ ചായയൊക്കെ കുടിച്ച് കുറച്ച് നേരം കൂടെ ഞാൻ അഗ്രഹാരത്തിൻ്റെ അവിടെ പോയി ഇരിക്കുകയാണ്. കുറേ നടന്ന് ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്ന് നമ്മൾ ഏകദേശം ഒരു 2 കിലോമീറ്ററോളം അഗ്രഹാരം മാത്രം കാണാൻ വേണ്ടിയിട്ട് തന്നെ നടന്നിട്ടുണ്ടായിരുന്നു. കൽപ്പാത്തിയിലുള്ള എല്ലാ കാഴ്ചകളും ഒന്നും എനിക്ക് ഇപ്പോഴും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. എന്നാലും എനിക്ക് പറ്റാവുന്ന രീതിയിൽ ഞാൻ മാക്സിമം വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി ഇനി നേരെ ഫുഡ് കഴിക്കാൻ പോവുകയാണ്. ഇപ്പോൾ ടൈം നല്ല ലേറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി നേരെ ഫുഡ് കഴിക്കണം, വീട്ടിൽ പോകണം. പാലക്കാട് സെൻറ്ററിലെത്തിയിട്ടാണ് കേട്ടോ പിന്നെ ഞാൻ ഫുഡൊക്കെ കഴിച്ചത്. അങ്ങനെ ഒരു വെജിറ്റബിൾ ബിരിയാണിയൊക്കെ ഓർഡർ ചെയ്ത് കഴിക്കാൻ പോവുകയാണ്. ഇനി അങ്ങനെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല, നേരെ വീട്ടിൽ പോവാം. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് യാത്ര തുടങ്ങി. ഏകദേശം വീട്ടിലെത്തിയപ്പോഴേക്ക് 8 മണി 8:30 ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ദിവസം നല്ല അടിപൊളി ഒരു ദിവസമായിരുന്നു. അപ്പോൾ ഇനി നെക്സ്റ്റ് വ്ലോഗിൽ കാണാം. ബൈ.